കേരള ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച സിനിമകൾ ഏതൊക്കെയാണെന്നറിയാമോ? ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ടോപ്പ് 10 മലയാള സിനിമകളുടെ ലിസ്റ്റ് സിനിമാ പ്രേമികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആദ്യ സ്ഥാനത്തെത്തിയ വാഴ 2 കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 129.55 കോടി രൂപ നേടി ചിത്രം ഒന്നാം സ്ഥാനത്ത് കുതിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ചിത്രം സ്വന്തമാക്കിയത് 121.95 കോടി രൂപ. മൂന്നാം സ്ഥാനത്ത് മോഹൻലാൽ നായകനായ തുടരും ഏകദേശം 118.9 കോടി രൂപ കളക്ഷനുമായി ടോപ്പ് 3യിൽ ഇടം പിടിച്ചു. നാലാം സ്ഥാനത്ത് മലയാള സിനിമയുടെ അഭിമാനമായ 2018 89.2 കോടി രൂപ കളക്ഷനോടെ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. അഞ്ചാം സ്ഥാനത്ത് എത്തിയത് L2 എമ്പുരാൻ. മോഹൻലാലിന്റെ മാസ് പ്രകടനത്തോടെ ചിത്രം 86.25 കോടി രൂപ നേടി. ആറാം സ്ഥാനത്ത് പുലിമുരുകൻ 85.1 കോടി രൂപ കളക്ഷനുമായി ഇപ്പോഴും റെക്കോർഡ് പട്ടികയിൽ തുടരുന്നു. എന്നാൽ ഏറ്റവും വലിയ സർപ്രൈസ് ഏഴാം സ്ഥാനത്താണ്. ദൃശ്യം 3 വെറും 14 ദിവസങ്ങൾക്കുള്ളിൽ 80 കോടിയിലധികം കളക്ഷൻ നേടി ടോപ്പ് 7 ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡിൽ ചെറിയ ഇടിവ് വന്നിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ സ്ഥാനങ്ങൾ മറികടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. 5ഉം 6ഉം സ്ഥാനത്തുള്ള പുലിമുരുകനെയും എമ്പുരാനെയും ചിലപ്പോൾ ദൃശ്യം 3 അടിച്ചിട്ടേക്കാം. ദൃശ്യം 3യുടെ മുന്നേറ്റത്തിൽ പിന്നിലായത് 79.28 കോടിയുടെ കളക്ഷൻ നേടിയ ആടുജീവിതം ദ ഗോഡ് ലൈഫ് 8ാം സ്ഥാനത്തേക്കും 78 കോടി നേടിയ സർവമായ 9ാം സ്ഥാനത്തേക്കും 76.1 കോടി രൂപ കളക്ഷൻ നേടിയ ആവേശം 10ാം സ്ഥാനത്തേക്കുമാണ് പിന്തള്ളപ്പെട്ടത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മോളിവുഡ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഇൻഡസ്ട്രികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മാർക്കറ്റിൽ നിന്നും വന്ന മലയാള സിനിമകൾ ഇന്ന് 100 കോടികളും 200 കോടികളും കടന്ന് പുതിയ ചരിത്രങ്ങൾ എഴുതുകയാണ്. ഈ ലിസ്റ്റിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ച സിനിമ ഏതാണ്? കൂടാതെ ദൃശ്യം 3 കേരള ബോക്സ് ഓഫീസിൽ എത്രാമത്തെ സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കാതെ ഇരിക്കുക.